ചില കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ പേര് ഈ സംഭവവുമായി വലിച്ചിഴക്കിയാണ് ഒരു രീതിയിലും ഒരു കണക്ടിവിറ്റി ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടതായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത് ഞാനിവിടെ MLA ആകുന്നതിന് മുമ്പാണ്. വിഷയം നടന്നതിന് ശേഷമോ അതിനു മുമ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴച്ചത് അത് രാഷ്ട്രീയ ശത്രുക്കളുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു നടപടിയാണ്. ആ നടപടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായി. അതിൽ ചുരം കയറി വന്ന MLA എന്നുള്ളൊരു വാചകമുണ്ട്. ആ വാചകം പ്രത്യേകമായി ഫിറ്റ് ചെയ്തതാണ്. വയനാട്ടിലേക്ക് വരാൻ ചുരം കയറാതെ എങ്ങനെ വരാൻ പറ്റും? ഞാൻ ചുരം കയറി തന്നെയാണ് വന്നത്. 2021 വന്നത്. പക്ഷേ വയനാട്ടിലുള്ളതായിരിക്കുന്ന ആദിവാസി സഹോദരന്മാരൊഴികെ ബാക്കിയുള്ളവർ എൻ്റെ മുമ്പ് വന്നവരാണ്. ഞാൻ അവസാനം വന്നതേ ഉള്ളൂ. എല്ലാവരും ഇവിടെ വന്നവരാണ്. പക്ഷെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ജനപ്രതിനിധിയായതിനു ശേഷം എൻ്റെ പൂർണ്ണമായ സമർപ്പണം ഈ നിയോജക മണ്ഡലത്തിനും ഈ ജില്ലക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ശരീരം നോക്കാതെ, എൻ്റെ സൗകര്യങ്ങൾ നോക്കാതെ, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും മാറ്റിവെച്ച് ഞാൻ പൂർണ്ണമായും ഈ ജനങ്ങൾക്ക് വേണ്ടി, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സ്വന്തം ജനതയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മുഖം വികൃതമാക്കാനുമുള്ള ഒരു ശ്രമം ഈ പോസ്റ്ററിൽ ബോധപൂർവം പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു തരത്തിലും ബന്ധമില്ലാത്ത എൻ്റെ പേര്, ഞാൻ ഒരു സമ്പൂർണ്ണ കോൺഗ്രസ് പ്രവർത്തകനാണ്. ആ കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ, എൻ്റെ പാർട്ടി നേതൃത്വത്തിൽ എനിക്ക് വിശ്വാസവുമുണ്ട്. അവരിതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർ കാര്യങ്ങളുണ്ട്. അതിൽ മറ്റുള്ളതായിരിക്കുന്ന ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കി മുഖം വികൃതമാക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.